നമ്മുടെ ചടങ്ങുകളിലേക്ക് കടക്കുന്നതിന് മുന്നോടി തന്നെ ആയിട്ട് ഞാൻ വേദിയിലേക്ക് ആദ്യം വിളിക്കാൻ ആഗ്രഹിക്കുക 2 വാക്ക് സംസാരിക്കാൻ. ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം പിന്നെ സംസാരിക്കും. മൊമെന്റോസ് കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ വാങ്ങിക്കാനുണ്ട്, കഥകൾ കുറേ നമുക്ക് കേൾക്കാനുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ വേദിയിൽ ആദ്യം എത്താൻ തീർച്ചയായും അദ്ദേഹത്തെ തന്നെയാണ് നമ്മൾ ആദ്യം വിളിക്കേണ്ടത്. തൻ്റെ ആദ്യ സിനിമ 100 കോടി ക്ലബിൽ എത്തിച്ച, തൻ്റെ ആദ്യ സിനിമ 100 ദിനങ്ങൾ പിന്നിടിപ്പിച്ച, തന്റെ ആദ്യ സിനിമ മലയാളത്തിലെ ഏറ്റവും മികച്ച ബ്ലോക്ക് ബസ്റ്റർ ആക്കി തീർത്ത ശ്രീ ജിതിൻ ലാലിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജസ്റ്റ് ടു ബിഗിൻ വിത്ത് കുറച്ചും കൂടെ ഉഷാറായ ഒരു കൈയടി ആവാം. തിയേറ്ററുകളിൽ നിന്നും ഗംഭീരമായ കൈയടികൾ പല സീക്വൻസസിൽ ജിതിന് ഈ പടത്തിൽ കിട്ടിയിട്ടുണ്ട്. കുറേ കഥകൾ ഞങ്ങൾ പണ്ട് ഇരുന്ന് കേട്ടിട്ടുള്ളതാണ്. അതെല്ലാം ഒരു 7 വർഷത്തെ സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് ജിതിൻ ഞാനും പേഴ്സണലി കണ്ടിട്ടുള്ളതാണ്. ഒരുപാട് സന്തോഷം. ജിതിൻ ആഗ്രഹിച്ച ആ മാനിഫെസ്റ്റ് ചെയ്ത ആ മൊമെന്റ് ഇതാ ജിതിന്റെ മുന്നിൽ. എല്ലാവർക്കും നമസ്കാരം. ഒരു 8 വർഷത്തിന് മുന്നേ ഞാനും സുഹൃത്താട്ടനും ഇതുപോലെ ഒരു സക്സസ് സെലിബ്രേഷൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. അതിന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. കോടികളുടെ കണക്കിനെ കാട്ടി ഞങ്ങൾ എന്നും എക്സൈറ്റ് ചെയ്തിട്ടുള്ളത് ഈ സിനിമയ്ക്ക് ജനങ്ങൾ തന്ന പിന്തുണയാണ്. എല്ലാവർക്കും താങ്ക് യു. ഇത്രയും വലിയൊരു വിജയമാക്കി തന്നതിന്. ഇത് ഒറ്റയ്ക്ക് ഞാൻ ചെയ്തിട്ടുള്ളൊരു ഇതല്ല. ഒരു കൂട്ടം ARMന്റെ കൂടെ ഒരു കൂട്ടം ആൾക്കാർ, ഒരു 1000-ഓളം ആൾക്കാർ ARM എന്ന് പറയുന്ന സിനിമ സംഭവിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. അവർക്കെല്ലാം ഞാൻ നന്ദി പറയുന്നു. പിന്നെ എൻ്റെ പാരൻസ്, ദൈവം, ഞങ്ങളെല്ലാം വിചാരിക്കുന്ന ഒരു അദൃശ്യ ശക്തി, അതെല്ലാത്തിൻ്റെയും ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ വിജയവും. ഇനി ഇത് കാരണം സംഭവിച്ചിട്ടുള്ള എല്ലാ സന്തോഷങ്ങളും, ഇനി വരാൻ പോകുന്ന സന്തോഷങ്ങളും നമുക്ക് കൊണ്ടുവന്നത് ഇവരൊക്കെ കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ വീണ്ടും ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. കൂടുതൽ ബാക്കി പിന്നെ സംസാരിക്കാം. താങ്ക് യു ഓൾ. താങ്ക് യു. വന്നിട്ടുള്ളവർക്കും ഇനി വരാൻ പോകുന്നവർക്കും ഒക്കെ വീണ്ടും നന്ദി പറയുന്നു. താങ്ക് യു. വളരെ നന്ദി. ഇങ്ങനൊരു വേദിയിൽ നിൽക്കാൻ സാധിക്കുക എന്നുള്ളത്, കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആഗ്രഹിച്ച ഒരു വേദിയാണ്. ഇപ്പോൾ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമയുടെ വിജയാഘോഷം നടക്കുന്ന സമയത്ത് ഞാൻ യാദൃശ്ചികമായിട്ട് കഴിഞ്ഞ നമ്മുടെ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് വളരെ യാദൃശ്ചികമായിട്ട് അവിടെ ഒരു അത്യാവശ്യ കാര്യത്തിന് ഒരു മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ അവിടെ പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ ആ പ്രോഗ്രാമിലുണ്ടായിരുന്ന ഒരാൾ അപ്പോൾ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് എന്നോട് ചോദിച്ചു, ഈ സിനിമ, അതായത് ഇത്രയും വർഷം നിങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടതാണ്, ഈ സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണമെന്ന് തോന്നുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് അതൊരു ആഗ്രഹമായിരുന്നു, പക്ഷെ ഇന്ന് അതൊരു യാഥാർത്ഥ്യമാണെന്നുള്ളതാണ്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലതും ആഗ്രഹിച്ചതൊക്കെ യാഥാർത്ഥ്യമായി മാറിയിട്ടുണ്ട്. ആ യാഥാർത്ഥ്യമായതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ അധ്വാനമുണ്ട്, ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട്, ചില വലിയ വിശ്വാസങ്ങളുടെ ഒരു അതിൻ്റെ ഒരു പിൻബലമുണ്ട്. അപ്പോൾ എല്ലാവരോടും നന്ദി, ഇങ്ങനൊരു വേദിയിൽ ഇത് പറയാൻ സാധിച്ചതിലൊക്കെ. അപ്പോൾ നന്ദി, വളരെ നന്ദി. സന്തോഷം. ഇതിനും സുഹൃത്തിനും എനിക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന്, ഇങ്ങനെ ഒരു തറ കിട്ടിയതിന്
അത് എന്നിൽ ഏൽപ്പിച്ചൊരു വിശ്വാസമാണ്. ഇതിന്റെ ഒരു എവിടെയോ ഒക്കെ കറങ്ങിത്തിരിഞ്ഞ് ഇത് ഒടുവിൽ വിശ്വാസം പൂർവ്വം എന്നെ ഏൽപ്പിക്കുകയും ഈശ്വരാധീനം കൊണ്ട് അത് നന്നാക്കാൻ കഴിയുകയും ചെയ്തു. നമ്മുടെ ചില ആഗ്രഹങ്ങള് ഇതിന്റെ ടൈറ്റിൽ ഒരു 3 കൊല്ലത്തിന് മുന്നേ വരും. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇവിടെ കണ്ടു അജയന്റെ 2ാം മോഷണം. നല്ല ഗംഭീര ടൈറ്റില്. കൊള്ളാം. ഈ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞാൽ നല്ലതല്ലേ? ദൈവം അത് ഇവിടെ കൊണ്ട് എത്തിച്ച് 100 ദിവസം ഓടി കോടികളുടെ ക്ലബിലെത്തി. എന്തായാലും നിറഞ്ഞ സന്തോഷം. നന്ദി. എല്ലാവർക്കും നമസ്കാരം. ARMൽ ചന്തു നായർ എന്ന് പറയുന്ന വളരെ രസകരമായ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിന് സംവിധായകൻ ജിതിനോടും സുജിത്തിനോടും അതുപോലെ പ്രൊഡ്യൂസേഴ്സിനോടൊക്കെ ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷവും നന്ദിയൊക്കെ അറിയിക്കുകയാണ്. ജിതിനെ ഇന്ന് നിന്റെ മൊയ്തീൻ എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യം പരിചയപ്പെടുന്നത്. അന്ന് തന്നെ ഒരു പുതിയ സിനിമ ചെയ്യാനുള്ള മുന്നൊരുക്കങ്ങളായിരുന്നു ജിതിന്. അപ്പൊ ജിതിൻ പറഞ്ഞിരുന്നു, ഞാനൊരു പടം ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ ആ പടത്തിലുണ്ടാവും എന്ന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ വാക്ക് പാലിച്ചു. മാത്രമല്ല പടം സൂപ്പർ ബമ്പർ ഹിറ്റായി. വളരെയധികം സന്തോഷം. ഈ ചിത്രം സ്വീകരിച്ച പ്രേക്ഷകർക്കും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരെയും പോലെ തന്നെ എനിക്കും വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സിനിമയാണ് ARM. ജിതിൻ ഞങ്ങൾ ഒരുമിച്ച് സിനിമയിൽ തുടങ്ങിയ ആൾക്കാരാണ്. കുഞ്ഞിരാമായണത്തിലും ഗോതയിലൊക്കെ സഹസംവിധായകനായിരുന്നു ജിതിൻ. അപ്പോൾ ജിതിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭം എന്നുള്ള നിലയിൽ എനിക്കും വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഒപ്പം അഭിനയിക്കുന്നത് ടൊവിനോ. അപ്പോൾ എല്ലാ രീതിയിലും ഈ സിനിമയുടെ വിജയം ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട്. ജിതിൻ്റെ ആ ഒരു ജേണി ആദ്യം മുതലേ തന്നെ നേരിട്ട് അറിഞ്ഞ് കേട്ട് കണ്ടുവന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സക്സസ് ഭയങ്കരമായിട്ട് ഡിസേർവ് ചെയ്യുന്ന ഒരു സിനിമയാണ്. ഈ ഒരു 100 crore നേടി ഇവിടെ എത്തി നിൽക്കുന്നു എന്ന് പറയുന്നത്, ഈ സിനിമ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ സക്സസ് നമ്മളെ തേടി എത്തും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്, ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ARM. തീർച്ചയായിട്ടും ഈ സക്സസിൻ്റെ ഭാഗമാവാൻ എനിക്കും സാധിച്ചതിൽ ജിതിനോടും ഉള്ള ഇതിൻ്റെ റൈറ്റർ സുജിത്ത് ചേട്ടനോടും ടൊവിനോയോടും പ്രൊഡ്യൂസർ ലിസ്റ്റിൻ ചേട്ടനോടും UGM ഫിലിംസിനോടും മറ്റ് ടെക്നീഷ്യൻസ് എല്ലാവരോടുമുള്ള നന്ദി ഹൃദയത്തിൽ അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു ഞാനും ബേസിലേട്ടനും ഒക്കെ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് തുടങ്ങുന്നത്. ഞാൻ ആദ്യം വർക്ക് ചെയ്യുന്ന സിനിമ ഇന്ന് നിന്റെ മൊയ്തീനാണെങ്കിലും പക്ഷേ ഫസ്റ്റ് റിലീസാവുന്നത് കുഞ്ഞിരാമായണമായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് തുടങ്ങിയത്. ബേസിലേട്ടൻ്റെ ഒപ്പമായിരുന്നു തുടങ്ങിയത്. അപ്പോൾ ഒരു ചെറിയ റോളാണെങ്കിൽ പോലും സുരേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാനും എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ബേസിലേട്ടൻ അതിഭംഗിയായിട്ട് തന്നെ ചെയ്തു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ചെയ്ത സിനിമയുടെ പാർട്ടുമായി എന്നുള്ള സന്തോഷമുണ്ട്. താങ്ക് യു ബേസിലേട്ടാ. Bless you, sir.
നമസ്കാരം. എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു സമയമാണ്. പ്രത്യേകിച്ച് ഒരു സംവിധായകൻ്റെ ആദ്യ സിനിമ ഇങ്ങനെ ആഘോഷിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമുള്ള കാര്യമാണ്. ഞാൻ ഇതിനെ വിളിച്ച് പറയുമായിരുന്നു, ആദ്യത്തെ ഒരു പ്രോജക്റ്റ് തന്നെ ഇത്രയധികം വലിയ രീതിയിൽ ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് അതിന് എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയ ഇതിൻ്റെ നിർമ്മാതാക്കളായ ലിസ്റ്റിനും ഡോക്ടർ സക്രിയയ്ക്കുള്ള നന്ദിയും സ്നേഹം അറിയിക്കുകയാണ്. പിന്നെ ബേസിലിനെ കുറിച്ച് നമ്മൾ ബേസിലിന് എനിക്ക് അവാർഡ് കൊടുക്കാൻ കഴിയുന്നതെന്ന് പറയുന്നതും അല്ലെങ്കിൽ മൊമെൻ്റ് കൊടുക്കാൻ കഴിയുന്നതെന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. ഇന്ന് ബേസിലിൻ്റെ സിനിമ ഇന്ന് റിലീസ് ചെയ്ത് കുറച്ചു മുമ്പ് അതിനെക്കുറിച്ച് ഒരുപാട് നല്ല സംസാരങ്ങൾ കേട്ടതിന് ശേഷം നേരിട്ട് അഭിനന്ദിക്കാനൂടെ കഴിയുന്ന ഒരു അവസരമായിട്ട് ഇതിനെ കാണുവാണ്. ബ്ലെസ്സി സാറിൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു മെമൻറ്റോ മേടിക്കാൻ ഇങ്ങനൊരു അവസരം ഒതുക്കിയതിൽ ഒരുപാട് സന്തോഷം. ബീങ് എ ഫാൻ ബോയ്, ആടുജീവിതം വരെ ഉള്ള സിനിമകൾ അത്രയേറെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ ബ്ലെസ്സി സാർ ഇങ്ങനെ ഒരു വേദിയിൽ ഇവിടെ എത്തുകയും ഈ ഒരു മെമൻറ്റോ നൽകുകയും ചെയ്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ജിതിൻ, താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി. താങ്ക് യു. താങ്ക് യു ബേസിൽ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ എംബുരാന്റെ ഫംഗ്ഷനിൽ വെച്ച് കണ്ടപ്പോൾ ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും ബാക്കിൽ ഇരുന്നുകൊണ്ട് വൻ മരങ്ങൾക്കിടയിൽ നിന്നൊരു കമന്റ് കണ്ടു. അതിനുശേഷമുള്ള ഒരു മുട്ട പപ്സ് ഇപ്പൊ ആയിട്ട് ലോകം മൊത്തം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ടൊവി ഉണ്ടായിരുന്നെങ്കിൽ ടൊവിയെ കൂടെ വിളിച്ച് സംസാരിക്കണം എന്നുണ്ടായിരുന്നു. ഇനി ബൈ ചാൻസ് ഇവിടെ ടൊവിയെ മിസ് ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? അല്ലെങ്കിൽ ആ മുട്ട പപ്സ് പിന്നെ എന്തായി? അവിടെ കഴിഞ്ഞു. അത് ഇത്രയും AI ഒക്കെ ഉപയോഗിച്ച് ചെയ്ത് മുട്ട പപ്സ് കഴിക്കുന്ന വീഡിയോ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ടെക്നോളജിയുടെ ഒരു വളർച്ചയായി ഇപ്പൊ കൈ കൊടുക്കാനൊക്കെ ഭയങ്കര പ്രശ്നം. ഞാൻ ടോയ്ക്ക് കറക്റ്റ് കിട്ടി. താങ്ക് യു. ഒരു ഗംഭീര കൈയടി ഫോർ ബേസിൽ ജോസഫ്. ഒരുപാട് സന്തോഷമുള്ള ഒരു വേദിയാണ് ഈ ഒരു സിനിമയുടെ സക്സസ് സെലിബ്രേഷന്റെ ഭാഗമായിട്ട് നിൽക്കുക എന്നുള്ളത്. ജിതിൻ അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയിൽ ഇത്രയും ഒരു വലിയ പൊസിഷനിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുണ്ടാകുന്നു. കാരണം തുടക്കം മുതൽ എനിക്ക് അറിയാവുന്ന ഒരാൾ, അയാളുടെ സിനിമയിൽ ഞാൻ ഒരു ഭാഗമാകുന്നു. ഇത്രയും വലിയൊരു സിനിമയുടെ കൂടെ നിൽക്കാൻ കഴിയുന്നു എന്നൊക്കെയുള്ളൊരു സന്തോഷം ഞാൻ നിങ്ങളോടൊപ്പം തന്നെ പങ്കുവെക്കുന്നു. തീർച്ചയായും ഇതിന്റെ പിന്നെ പ്രവർത്തിച്ച എല്ലാ നല്ല മനസ്സുകൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. എനിക്ക് ഏറ്റവും രസത്തിന് ബേസിലിന്റെ സിനിമ ഇന്ന് കണ്ടിട്ട് വന്നതാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷവും കൂടെ ഉണ്ട് ഇവിടെ വന്നൊക്കെ നേരിട്ട് കാണാൻ കഴിഞ്ഞതിലുണ്ട്. പ്ലസ് ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ കാണാൻ കഴിയുന്നതിനുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു. ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. ഇതിന്റെ ഡയറക്ടേഴ്സ്, സ്ക്രിപ്റ്റ് റൈറ്റർ ആൻഡ് ആർട്ടിസ്റ്റ്, മോറോവർ ടു ദാറ്റ് എൻ്റെ നല്ലൊരു ഫ്രണ്ടായ ലിസ്റ്റിൻ സ്റ്റീഫൻ, ഡോക്ടർ സക്രിയ, ഇവരുടെയൊക്കെ ഒരു വലിയ പരിശ്രമം ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഹാർഡ് വർക്കിന് കിട്ടുന്ന സക്സസ് ആണ്. ഇനിയും അത് തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം നല്ലതും വരട്ടെ. താങ്ക് യു സോ മച്ച് സർ. ഒരു മൊമെന്റോ കൂടി സാറിൽ നിന്ന് കൊടുക്കാനുണ്ട്. മധുബൽ സാറിനെ ഒരിക്കൽ കൂടി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മൊമെന്റോ എനിക്ക് ഈ സിനിമയുടെ ഏകദേശം പറഞ്ഞാൽ ഒരു ഓപ്പണിംഗ് ഷോട്ടിൽ ഉണ്ടായിരുന്ന ക്യാരക്ടർ കൂടിയാണ്. മധുബൽ സാർ